coming soon. കാണുന്നില്ലേ, അറിയുന്നില്ലേ കാലത്തിൻ അടയാളങ്ങൾ, കേൾക്കുന്നില്ലേ, ഓർക്കുന്നില്ലേ കർത്താവിൻ പ്രവചനങ്ങൾ. വരികയായി രാജാധിരാജൻ, ഒരുങ്ങുവിൻ പ്രിയജനമേ, കൊയ്ത്തിനു കാലമായി, വിളവുകൾ പാകമായി, ആത്മാവിൻ അഭിഷേകത്താൽ ആത്മാക്കളെ കൊയ്തിടാം. പ്രാർത്ഥനയാലേ പരിത്യാഗത്താലേ സുവിശേഷ വേല ചെയ്യാം, ആത്മാക്കളെ നേടിടാം. റേമാ റേമാ കർത്താവ് സംസാരിക്കുന്നു. റേമാ റേമാ കർത്താവ് സംസാരിക്കുന്നു. ജനമേ, ദൈവജനമേ, ഹൃദയം തുറന്നു കേൾക്കുവിൻ. കർത്താവിന്റെ ആഗമന ദിനത്തെ പ്രതീക്ഷിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യുവിൻ. ഹല്ലേലൂയ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, വീണ്ടും വരുന്ന നമ്മുടെ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. തിരുസഭയ്ക്ക് ഏറെ അനുഗ്രഹീതനായ മാർപ്പാപ്പയായിരുന്നു വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. അദ്ദേഹം തൻ്റെ സഭാഭരണകാലത്ത് ദൈവജനത്തോട് കൂടെ കൂടെ പറഞ്ഞ ഒരു കാര്യമായിരുന്നു പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. എല്ലാ ദിവസവും മാർപ്പാപ്പ ഈ കൊച്ചു പ്രാർത്ഥന പല പ്രാവശ്യവും ചൊല്ലുമായിരുന്നു. പരിശുദ്ധാത്മാവേ വരിക, പരിശുദ്ധാത്മാവേ വരിക, പരിശുദ്ധാത്മാവേ വരിക. മാർപ്പാപ്പ ഇപ്രകാരം പറഞ്ഞു, ദിവസത്തിൽ പല പ്രാവശ്യവും നമ്മൾ പരിശുദ്ധാത്മാവിനെ വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ ആവശ്യങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിനെ വിളിക്കുക, നമ്മുടെ ദുഃഖങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിനെ വിളിക്കുക, നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക്, തൊഴിൽ മേഖലകളിലേക്ക്, ദൈവം നമ്മെ നിർത്തിയ ജീവിതത്തിന് എല്ലാ മണ്ഡലങ്ങളിലേക്കും പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഇത് കൊച്ചു പ്രാർത്ഥനയാണെങ്കിലും ഈ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ കാര്യങ്ങൾക്കെല്ലാം കൂടുതൽ വ്യക്തത ലഭിക്കുകയാണ്. ഇത് തന്നെയാണ് മെജുഗുറിയൻ കുന്നുകളിൽ സ്വർഗം വിട്ടിറങ്ങി പരിശുദ്ധമ്മ വന്നപ്പോൾ അമ്മ തന്റെ മക്കളോട് പറഞ്ഞു, നിങ്ങൾ ആ വാക്കുകൾ സ്ക്രീനിലേക്ക് നോക്കണം. പരിശുദ്ധാത്മാവിനെ വിളിച്ചുകൊണ്ട് ഓരോ ദിവസവും ആരംഭിക്കുക, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക എന്നതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. പരിശുദ്ധാത്മാവ് മഞ്ഞിടത്തിൽ ഇറങ്ങി വന്നാൽ എല്ലാറ്റിനും വ്യക്തത ലഭിക്കും, എല്ലാം പരിവർത്തനപ്പെടുകയും ചെയ്യും. പരിശുദ്ധ മറിയത്തിന്റെ ഈ വാക്കുകൾക്ക് നമ്മളായിരിക്കുന്ന ഈ നാളുകളിൽ വലിയ പ്രാധാന്യമുണ്ട്. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഓരോ ദിവസവും ആരംഭിക്കേണ്ടത് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടാകണം. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമുക്ക് വ്യക്തത ലഭിക്കുകയാണ്. നമ്മുടെ സംശയങ്ങൾ മാറുന്നു, ആശയക്കുഴപ്പങ്ങൾ നീങ്ങുന്നു, കൂടുതൽ ക്ലാരിറ്റി ഉണ്ടാകുന്നു, ഒപ്പം ജീവിതങ്ങള് പരിവർത്തനം ചെയ്യപ്പെടുകയാണ്. ഇതേ കാര്യം തന്നെയാണ് വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സഭാമക്കളെ ഓർമ്മിപ്പിച്ചത്. കം ഹോളി സ്പിരിറ്റ്,
പരിശുദ്ധാത്മാവേ വരിക. വളരെ പവർഫുള്ളായ പ്രാർത്ഥനയാണിത്. പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി, പരിശുദ്ധാത്മ സാന്നിധ്യത്തിന് വേണ്ടി ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ നമ്മൾ ഒരുമിച്ച് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കാൻ പോവാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 53-ാം വചനത്തിൽ വചനം പഠിപ്പിക്കുന്നു, വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങളാൽ ദൈവം സംതൃപ്തരാക്കി. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ പരിശുദ്ധ അമ്മ ഉദ്ഘോഷിച്ച സ്തോത്രഗീതമാണിത്. ആരെയാണ് ദൈവം സംതൃപ്തിപ്പെടുത്തിയത്? വിശക്കുന്നവരെയാണ്. നമുക്ക് എത്ര പേർക്ക് വിശപ്പുണ്ട്? കർത്താവിന്റെ സാന്നിധ്യത്തിന് വേണ്ടി, പരിശുദ്ധാത്മ ശക്തിക്കായി, പരിശുദ്ധാത്മ നിയന്ത്രണത്തിനായി, പരിശുദ്ധാത്മ നടത്തിപ്പിനായി നമ്മൾ എത്ര പേര് ദാഹിക്കുന്നുണ്ട്? അടങ്ങാത്ത ദാഹത്തോടെ, തീരാത്ത ആഗ്രഹത്തോടെ, കർത്താവേ നിന്റെ ആത്മാവിന്റെ സമൃദ്ധി ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ നമുക്ക് ആരംഭിക്കാം. സാധിക്കുന്നവരെ കരങ്ങൾ കർത്താവിന്റെ തിരുമുമ്പിൽ യാചനാപൂർവ്വം പിടിക്കുക. ടെലിവിഷൻ മാധ്യമത്തിലൂടെയോ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയോ നിങ്ങൾ ഏത് വിധത്തിലാണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്, ആയിരിക്കുന്നിടത്ത് കരങ്ങൾ തുറന്നു പിടിച്ച് കർത്താവേ ആത്മാവിനെ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുമിച്ച് പാടി പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. പരിശുദ്ധാത്മാവേ വരിക. കം ഹോളി സ്പിരിറ്റ്, കം ഹോളി സ്പിരിറ്റ്. ഇന്നത്തെ ശുശ്രൂഷകളിൽ വന്നു നിറയുക പരിശുദ്ധാത്മാവേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധാത്മാവേ ഞങ്ങളെ ഓരോരുത്തരെ അവിടെ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. കം ഹോളി സ്പിരിറ്റ്. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവേ ദൈവത്തിന്റെ കാറ്റായി ഞങ്ങളുടെ മേൽ വീശിയടിക്കുക. കം കം ഹോളി സ്പിരിറ്റ്. ആയിരിക്കുന്നിടത്ത് എല്ലാവരും അറിയുന്നവരെല്ലാം ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ വരിക, പരിശുദ്ധാത്മാവേ വരിക. വസിക്കാൻ വരണേ, ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഹോളി സ്പിരിറ്റ് anoint us. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, കൂട്ടായ്മകളിലേക്ക്, ഞങ്ങളുടെ തലമുറകളിലേക്ക് അഭിഷേകം പകരുക, അഭിഷേകം പകരുക. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആമേൻ ആമേൻ ആമേൻ. ദൈവത്തിന്റെ കാറ്റേ വീശണമേ, വീശണമേ. ലോകം മുഴുവനിലും, തിരുസഭ മുഴുവന്റെ മേലും വീശണമേ. വീശണമേ, വസിക്കാൻ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. Come Holy Spirit. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, റേമ ഈ ശുശ്രൂഷയിലൂടെ ഞങ്ങൾക്ക് ആവശ്യമായ ദൈവികാലോചനകൾ നൽകണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളോട് സംസാരിക്കണമേ. ഹോളി സ്പിരിറ്റ്, സ്പീക്ക് ടു us. കർത്താവിന്റെ വചനത്തിന്റെ മർമ്മങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശിപ്പിക്കണമേ. വചനത്തിന്റെ അമ്മയായ പരിശുദ്ധ കന്യകാമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ആത്മാവ് നമ്മെല്ലാവരെയും ഈ ശുശ്രൂഷയ്ക്കായി കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്.
സാധിക്കുന്ന ഏവരും ഈ തിരുവചന വേദിയിൽ പ്രഘോഷിക്കപ്പെടുന്ന ഓരോ വചനവും കൃപയായി മാറുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ചാണ് ഈ ശുശ്രൂഷയിലൂടെ കർത്താവിനോട് ചേർന്ന് യാത്ര ചെയ്യുന്നത്. വിശുദ്ധ ബൈബിൾ കൈകളിൽ എടുക്കുക. പറയപ്പെടുന്ന തിരുവചനങ്ങള് സാധിക്കുന്നവരെ നോട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. റേമ ഈ ശുശ്രൂഷയിലൂടെ എന്താണ് കർത്താവ് ആഗ്രഹിക്കുന്നത്? എന്തിനാണ് ഈ നാളുകളിൽ പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷ നമുക്ക് തന്നിരിക്കുന്നത്? ലോക ചരിത്രത്തിലും സഭാ ചരിത്രത്തിലും തന്നെ വളരെ പ്രാധാന്യതയുള്ള ഒരു കാലയളവിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലെ ശുശ്രൂഷയിലൂടെ അല്പമായിട്ട് ധ്യാനിച്ചു. കാലത്തിന്റെ പ്രത്യേകതകളും ആനുകാലിക സംഭവങ്ങളും ദൈവവചനത്തിന്റെ മുന്നറിയിപ്പുകളും നമ്മോട് വിളിച്ചു പറയുന്നത് നമ്മളായിരിക്കുന്ന ഈ നാളുകള് ലോക ചരിത്രത്തിലും സഭാ ചരിത്രത്തിലും തന്നെ വളരെ നിർണായകമായ കാലഘട്ടമാണ്. അപ്പോസ്തലനായ യോഹന്നാൻ ദർശനം കാണുകയാണ്. ആ ദർശനത്തിൽ കർത്താവിന്റെ ദൂതൻ ശബ്ദമുയർത്തി വിളിച്ചു പറയുകയാണ്. വെളിപാടിന്റെ പുസ്തകം 10-ാം അധ്യായം 6-ാം തിരുവചനം. ആകാശവും അതിലുള്ളവയും ഭൂമിയും അതിലുള്ളവയും സമുദ്രവും അതിലുള്ളവയും സൃഷ്ടിച്ച ജീവിക്കുന്നവന്റെ നാമത്തിൽ ആണയിട്ട് പറയുന്നു, ഇനി കാലവിളംബം ഉണ്ടാവുകയില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വചനമാണിത്. എന്താണ് യോഹന്നാൻ കാണുന്നത്? ദൈവത്തിന് ദൂതൻ ഉദ്ഘോഷിക്കുന്നു, ഇനി കാലവിളംബം ഉണ്ടാവുകയില്ല. ഇത് വളരെ നിർണായകമായ കാലഘട്ടമാണ്. ഇത് തന്നെയാണ് വെളിപാടിന്റെ പുസ്തകം 22-ാം അധ്യായം 10-ാം വചനത്തിൽ വീണ്ടും യോഹന്നാൻ കാണുകയാണ്. ആവർത്തിച്ച് കർത്താവിന്റെ ആത്മാവ് വിശുദ്ധ യോഹന്നാന് കാണിച്ചു കൊടുക്കുകയാണ്. എന്തെന്നാൽ സമയം അടുത്തിരിക്കുന്നു. ഇനി വളരെ ശ്രദ്ധയോടെ ജീവിക്കേണ്ട നാളുകളാണ്. ചുമ്മാ കഥ പറഞ്ഞ് നിസാര കാര്യങ്ങൾക്ക് വേണ്ടി സമയം കളയാനില്ല. വളരെ ശ്രദ്ധയോടെ ആത്മീയമായി ഒരുങ്ങി നമ്മുടെ ആത്മാവിന്റെ രക്ഷ ഉറപ്പുവരുത്തി ജീവിക്കേണ്ട നാളുകൾ. സമയം അടുത്തിരിക്കുന്നു. ഇതിനോട് ബന്ധപ്പെട്ട് തന്നെ അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിക്കുകയാണ്. കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 7-ാം അധ്യായം 29-ാമത്തെ തിരുവചനം. എന്തെന്നാൽ സമയം വളരെ പരിമിതമാണ്. സമയം വളരെ പരിമിതമാണ്. എന്താണ് ഈ വചനം നമ്മോട് പറയുന്നത്? ഇത് ചുമ്മാ കഥ പറഞ്ഞിരിക്കേണ്ട സമയമല്ല. കഥ പറയാന്ന് പറയാൻ എന്താണ് അർത്ഥം? ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി, ലൗകികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം സമയം കളയാനുള്ളതല്ല ഈ നാളുകൾ. സമയം വളരെ പരിമിതമാണ്. വീണ്ടും വെളിപാടിന്റെ പുസ്തകം 12-ാം അധ്യായം 12-ാമത്തെ തിരുവചനം. ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ. എല്ലാവരും വചനം ശ്രദ്ധിച്ച് സാധിക്കുന്നവരെ വേദപുസ്തകത്തിൽ നിന്ന് ആ വചനം വായിക്കണം. സ്ക്രീനിൽ തെളിയുന്ന വചനം നിങ്ങൾ ശ്രദ്ധിക്കുക. ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളെന്നറിഞ്ഞ് അരിശം കൊണ്ട് പിശാച് നിങ്ങളുടെ അരികിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കർത്താവിന്റെ വചനം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. കാലം അതിന് അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സമയം ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സമയം പരിമിതമായി കൊണ്ടിരിക്കുകയാണ്. ഇനി അധികം താമസമുണ്ടാവുകയില്ല. വീണ്ടും സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയായ പത്രോസ്ലീഗ ദൈവജനത്തെ പഠിപ്പിക്കുകയാണ്. താൻ എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 7-ാം തിരുവചനം. എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങൾ സമചിത്തരും പ്രാർത്ഥനയിൽ ജാഗരൂകരുമായിരിക്കുക. എല്ലാറ്റിന്റെയും സമയം
അടുത്തിരിക്കുന്നു. വാച്ച് ആൻഡ് പ്രേ. ദൈവത്തിന്റെ ജനം പ്രാർത്ഥനയിൽ ശ്രദ്ധയുള്ളവരാകണം. ഈ വചനങ്ങളെല്ലാം നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ഭയപ്പെടുകയോ അസ്വസ്ഥരാവുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. ചിലർ ചിന്തിക്കുന്നുണ്ടാവും, ദൈവമേ ലോകം അവസാനിക്കാൻ പോവോ? ഇത് ലോകം അവസാനിക്കുന്ന വാർത്തയല്ല. ഇനി കാലവിളംബം ഉണ്ടാവുകയില്ല, സമയം അടുത്തു, ചുരുങ്ങിയ സമയം അവശേഷിക്കുന്നുള്ളൂ എന്നൊക്കെ വചനം നമുക്ക് മുന്നറിയിപ്പുകൾ തരുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കരുത് നാളെ ലോകം അവസാനിക്കാൻ പോവാണെന്ന്, അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോ അടുത്ത മാസോ ലോകം തീരാൻ പോവാണോ. അല്ല ദൈവമക്കളെ, ഇതെല്ലാം കർത്താവ് നമുക്ക് തരുന്ന ചില അടയാളങ്ങളാണ്. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, അദ്ദേഹം വളരെ ജ്ഞാനിയായിരുന്നു. കർത്താവിന്റെ ജ്ഞാനത്തിലാണ് അദ്ദേഹം തിരുസഭയെ നയിച്ചത്. എല്ലാ മാർപ്പാപ്പന്മാരും അങ്ങനെ തന്നെയൊക്കെയാണ്. എങ്കിലും പ്രത്യേകമായി ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കർത്താവിന്റെ ആലോചനയാൽ സഭയെ നയിച്ച എത്രയോ അനുഭവങ്ങള് മാർപ്പാപ്പയുടെ കാലഘട്ടത്തിൽ സഭാ ചരിത്രത്തില് നമുക്ക് കാണാനായിട്ട് കഴിയും. കാലഘട്ടത്തെ വിവേചിച്ചുകൊണ്ട് വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇപ്രകാരം ദൈവജനത്തോട് പറഞ്ഞു: ഇപ്പോൾ വിശുദ്ധീകരണത്തിന്റെയും സഹനത്തിന്റെയും കരുണയുടെയും ആത്മീയമായ ഒരുക്കത്തിന്റെയും സമയമാണ്. സഭയുടെയും ലോകത്തിന്റെയും ചരിത്രത്തിലെ നിർണായകമായ ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ കരുണയ്ക്കു വേണ്ടി കൂടുതൽ നമുക്ക് യാചിക്കാം. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞ ഈ വാക്കുകളാണ് ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തി തരുന്നത്. ഇത്തരത്തിൽ വേണം നമ്മൾ ഈ വചനങ്ങളെ നോക്കിക്കാണുവാനായിട്ട്. ഇത് വിശുദ്ധീകരണത്തിനുള്ള സമയമാണ്. ഇത് വലിയ സഹനങ്ങളുടെ നാളുകളാണ്. നമുക്കറിയാം, ഇന്ന് തിരുസഭ വലിയ സഹനങ്ങളിലൂടെ, കൊടിയ പീഡനങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ബെനഡിക്ട് 16 മാർപ്പാപ്പ ഇപ്രകാരം പറഞ്ഞു: ആദിമസഭ കടന്നുപോയതിനേക്കാളും വലിയ പീഡനങ്ങളിലൂടെയാണ് ആധുനിക സഭ കടന്നു പോകുന്നത്. ഇതൊരു പ്രൊഫറ്റിക് വേർഡാ. ബെനഡിക്ട് 16 മാർപ്പാപ്പ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവജനത്തോട് പറയുകയാണ്, ഇത് നിർണായകമായൊരു സമയമാണ്. ഇത് തന്നെയല്ലേ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നത്? ഇത് സഹനത്തിന്റെയും ആത്മീയമായ ഒരുക്കത്തിന്റെയും ദൈവ കരുണയ്ക്ക് വേണ്ടി ചങ്ക് പൊട്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ലോകത്തിന്റെയും സഭയുടെയും ചരിത്രത്തിലെ നിർണായകമായ കാലഘട്ടം. നമ്മൾ കേട്ട ഈ വചനങ്ങളെല്ലാം ഇതിലേക്കാണ് വെളിച്ചം വീശുന്നത്. നമുക്ക് ദൈവവചനത്തിലേക്ക് വീണ്ടും കടന്നു വരാം. പത്രോസ് അപ്പോസ്തലൻ സഭാമക്കളെ പഠിപ്പിക്കുകയാണ്. താൻ എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 12-ാമത്തെ തിരുവചനം. ഈ ശുശ്രൂഷയിലൂടെ എന്താണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നതെന്ന് ഈ വചനത്തിലൂടെ കർത്താവ് വെളിപ്പെടുത്തുകയാണ്. പ്രധാനമായ 3 കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. കർത്താവിന്റെ ആഗമനത്തെ പ്രതീക്ഷിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യുവിൻ. എന്താണ് ഈ വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തരുന്ന ആലോചന? എല്ലാവരും വചനം ശ്രദ്ധിച്ച് സാധിക്കുന്നവരെ വചനം എടുത്ത് വായിക്കണം. കർത്താവിന്റെ ആഗമനത്തെ, കർത്താവായ യേശുവിന്റെ മഹത്വ പ്രത്യക്ഷത എന്ന് പറയുന്നത് ഒരു തമാശയല്ല പ്രിയപ്പെട്ടവർ. ഇത് അനേകർക്ക് അതൊരു തമാശയാണ്. കർത്താവായ യേശുവിന്റെ പ്രത്യാഗമനം അത് കെട്ടുകഥയല്ല, അത് ഏതെങ്കിലും വ്യക്തിയുടെ ഭാവന സൃഷ്ടിയല്ല, ആരുടെയും വ്യക്തിപരമായ വെളിപാടല്ല. ഇത് സഭാ ചരിത്രത്തിൽ മാറ്റമില്ലാത്ത സത്യമാണ്. എക്കാലവും സഭ വിശ്വസിച്ചു പോരുന്ന ഒരു വലിയ വിശ്വാസ സത്യമാണ് കർത്താവായ യേശുവിന്റെ മഹത്വപൂർണമായ പ്രത്യാഗമനം. പലപ്പോഴും നമുക്ക് പലർക്കും ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇന്ന് 2 രീതിയിലാണ് ഈ വിശ്വാസ സത്യത്തെ തകർക്കുവാൻ പിശാച് തന്ത്രപൂർവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്.
ഒന്നാമത്, ഈ വിശ്വാസ സത്യത്തെ പലരും വിശ്വസിക്കുന്നില്ല. കർത്താവ് വരാൻ പോകുന്നത് പറയുമ്പോൾ അനേകർക്ക് ഒരു തമാശയാണ്. കുറെ നാളുകളായത് കേൾക്കാൻ തുടങ്ങിയിട്ട്. കർത്താവ് അപ്പ വരും, കർത്താവ് ഇപ്പോൾ വരും. ഇതുവരെ കർത്താവ് വന്നിട്ടില്ല. ഇതൊക്കെ മനുഷ്യൻ നന്നായി നടക്കാൻ വേണ്ടി ആരൊക്കെയോ കണ്ടുപിടിച്ച ചില തന്ത്രങ്ങളാണ് എന്ന് ചിന്തിക്കുന്ന ആയിരക്കണക്കിന് വ്യക്തികള് സഭയിൽ തന്നെയുണ്ട്. ഈ വിശ്വാസ സത്യത്തെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് അംഗീകരിക്കുവാനും അതിനനുസരിച്ച് ജീവിക്കുവാനും സാധിക്കുന്നില്ല. രണ്ടാമത്, ഈ വിശ്വാസ സത്യത്തെ തെറ്റായി വ്യാഖ്യാനിക്കുക, ഇതിന് അമിതമായ പ്രാധാന്യം കൊടുത്ത് കർത്താവ് വരുന്ന വർഷവും കർത്താവ് വരുന്ന തീയതിയും കർത്താവ് വരുന്ന ദിവസവും സമയമൊക്കെ മുൻകൂട്ടി പ്രവചിച്ച് ജനത്തെ വഴിതെറ്റിക്കുന്ന അനേകം തെറ്റായ പ്രവണതകളും നമ്മളായിരിക്കുന്ന ഈ നാളുകളിൽ കാണാൻ പറ്റും. ഇത് രണ്ടും ഒരുപോലെ തെറ്റാണെന്ന് ദൈവത്തിന്റെ വചനം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ വളരെ ബാലൻസ്ഡ് ആകാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. കർത്താവിന്റെ ആഗമനം അത് കെട്ടുകഥയല്ല. നിത്യജീവൻ, വിശുദ്ധ ജീവിതം, വിശ്വസ്തയോടെയുള്ള ജീവിതം, മറ്റുള്ളവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള സുവിശേഷ വേല, നമ്മുടെ ആത്മരക്ഷയെ ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള വിശുദ്ധീകരണത്തിന്റെ ജീവിതം, ഈ വിഷയങ്ങളെല്ലാം ഇന്ന് അനേകരെ ലാഘവമായി നിസ്സാരമായി കാണുകയാണ്. ഇത് നമ്മുടെ ഒരു അടിസ്ഥാന പ്രശ്നം. നമ്മൾ ഒന്നിലും സീരിയസ് അല്ല, ഒരു സീരിയസ്നെസ് നമുക്കില്ല. പലപ്പോഴും കർത്താവിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന അനേകം കാര്യങ്ങള് നമ്മൾ നിസ്സാരമായി കാണുന്നു, ലാഘവമായി കാണുന്നു. നമ്മൾ പലപ്പോഴും അതിനെ നെഗ്ലക്ട് ചെയ്ത് കളയുന്നു. ഇതാണ് ഇന്ന് സ്വർഗത്തിന്റെ വേദന. പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തിയുടെ പുസ്തകം 19 അധ്യായം 14 വചനത്തിൽ ഇതിനോട് ബന്ധപ്പെട്ട ദൃഷ്ടാന്തം കാണാനായിട്ട് പറ്റും. ലോത്ത് തന്റെ മരുമക്കൾ അരികിൽ ചെല്ലുകയാണ്. തന്റെ പുത്രിമാരെ വിവാഹം ചെയ്യാൻ പോകുന്ന തന്റെ മരുമക്കൾ അരികിൽ ചെന്നുകൊണ്ട് പറയും, മക്കളെ, നിങ്ങൾ എഴുന്നേറ്റ് ഈ പട്ടണം വിട്ടു പോവുക. ദൈവത്തിന്റെ ന്യായവിധി ഈ പട്ടണത്തിന് മേൽ വരാൻ പോവുകയാണ്. സോദോം ഗോമോറ എല്ലാവിധത്തിലുള്ള അശുദ്ധിയിലും ദുഷിപ്പിലും ഒഴുകിക്കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ ചില വിലാപങ്ങൾ എത്തി. ദൈവത്തിന്റെ ജഡ്ജ്മെന്റ് ആ പട്ടണത്തിന് മേൽ വരികയാണ്. ഈ ന്യായവിധിയുടെ ദൂത് ലോത്ത് തന്റെ മരുമക്കളെ അറിയിച്ചപ്പോൾ മരുമക്കൾ എങ്ങനെയാ പ്രതികരിച്ചെന്നറിയോ? അപ്പാ, ഞങ്ങളോട് തമാശ പറയരുത് കേട്ടോ. ആ വചനം എല്ലാവരും ശ്രദ്ധിച്ചേ. ഞങ്ങളോട് തമാശ പറയരുത്. ദൈവത്തിന്റെ ന്യായവിധിയുടെ സന്ദേശം തമാശയായി അവർക്ക് തോന്നി, ലാഘവമായി അവർ കരുതി. എന്താ സംഭവിച്ചത്? ആ പട്ടണത്തോടൊപ്പം അവർ നശിച്ചുപോയ ചരിത്രമാണ് വേദപുസ്തകത്തിൽ കാണാൻ പറ്റുന്നത്. കർത്താവ് തരുന്ന ആലോചനകളെ നമ്മൾ ആരും നിസ്സാരമായി കാണരുത്. പുറപ്പാടിന്റെ പുസ്തകം 9 അധ്യായം 21 വചനത്തിലെ അവർ കർത്താവിന്റെ വാക്കുകൾ ഗൗനിച്ചില്ല. തങ്ങളുടെ ദാസന്മാരെയും മൃഗങ്ങളെയും അവർ വയലിൽ തന്നെ നിർത്തി. കർത്താവ് പറഞ്ഞ വാക്കുകളെ അവർ നെഗ്ലക്ട് ചെയ്യുകയാണ്. അവരത് സീരിയസ് ആയി എടുത്തില്ല. തന്മൂലം എന്തു പറ്റി? ഈജിപ്തിന് മേൽ കടന്നു വന്ന ന്യായവിധി ഇവർക്കെല്ലാം ഉണ്ടാവുകയാണ്. ദിനവൃത്താന്തത്തിന്റെ 2 പുസ്തകം 30 അധ്യായം 10 വചനം. ആ വചനം നമ്മൾ ശ്രദ്ധിക്കണം. രാജാവായ ഹെസക്കിയായിലൂടെ പരിശുദ്ധാത്മാവ് ജനത്തിന്റെ മധ്യ വലിയ പരിവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നവീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് രാജാവ് ദൈവത്തിന്റെ ആലോചന തന്റെ ജനത്തെ അറിയിക്കുവാൻ ചില ദൂതന്മാരെ നിയോഗിക്കും. രാജാവിന്റെ ഈ ദൂതന്മാരെ ഈ ആലോചനയുമായി പട്ടണങ്ങളിലേക്ക് യാത്രയാവുകയാണ്. എഫ്രായിം, മനാസെ, സെബുലൂൺ, ഈ പട്ടണങ്ങളിലെല്ലാം ചെന്ന് ജനത്തോട് കർത്താവിന്റെ ആലോചന അറിയിക്കും. കർത്താവ് തരുന്ന മുന്നറിയിപ്പുകള് അവര് പ്രഘോഷിക്കുകയാണ്. എന്നാൽ വചനം സാക്ഷ്യപ്പെടുത്തുക, ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ജനം അതെല്ലാം പുച്ഛിച്ചു തള്ളി. നിങ്ങൾ ആ വചനം ശ്രദ്ധിച്ചു നോക്കണം ദൈവമക്കളെ. പുച്ഛിച്ചു തള്ളി. ഇതാണ് പലപ്പോഴും ഇന്ന് സംഭവിക്കുന്നത്. കർത്താവ് പറയുന്ന ആലോചനകള് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. പലരും അത് പുച്ഛിക്കുന്നു, പലരും നിസ്സാരമായി കാണുന്നു.
ഇതൊക്കെ എന്തോരം കേട്ടിരിക്കുന്നു എന്നുള്ള ചിന്തയിൽ ലാഘവമായി അതിനെ കാണുകയാണ്. പലപ്പോഴും ഇത് തന്നെയാണ് നമ്മുടെ അനേകരുടെ നാശത്തിനും കാരണമാകുന്നത്. ജ്ഞാനത്തിന്റെ പുസ്തകം 3-ാം അധ്യായം 11-ാം വചനത്തിൽ പറയുന്നുണ്ട്, ജ്ഞാനവും പ്രബോധനവും പുച്ഛിച്ചു തള്ളുന്നവന്റെ നില ശോചനീയമാണ്. പുച്ഛിക്കരുത് ദൈവമക്കളെ, അവഗണിക്കരുത്. നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ എളിമപ്പെട്ട് പ്രാർത്ഥിക്കുക. കർത്താവ് ജ്ഞാനം തരും. ഈ സത്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഹൃദയ തുറവി പരിശുദ്ധാത്മാവ് നമുക്ക് ഓരോരുത്തർക്കും നൽകും. അപ്പൊ കർത്താവിന്റെ ആഗമന ദിനം അത് വലിയൊരു സത്യമാണ്. തിരുസഭയുടെ വലിയൊരു വിശ്വാസ സത്യമാണ്. നമ്മൾ തുറന്നു വരുന്ന ആഴ്ചകളിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വചനത്തിൽ നിന്ന് പഠിക്കും. രണ്ടാമത് അവിടെ പറയുന്നത്, ഈ ആഗമനത്തെ നിങ്ങൾ പ്രതീക്ഷിക്കണം. നിങ്ങൾ പ്രതീക്ഷിക്കണം. ലുക്ക് ഫോർവേഡ്. നിങ്ങൾ തീവ്രമായി പ്രതീക്ഷിക്കണം. എന്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ പ്രതീക്ഷ എന്തിലാണ്? ഞാൻ വളരെ സ്നേഹത്തോടെ ചോദിക്കുക, എന്റെ സഹോദര സഹോദരി, നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ പ്രതീക്ഷ ആരിലാണ്? നമ്മുടെ പ്രതീക്ഷ എന്തിലാണ്? ദൈവത്തിന്റെ വചനം എന്താ നമ്മെ പഠിപ്പിക്കുന്നത്? നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഈ ലോകത്തിന്റെ വസ്തുവകകളല്ല. നമ്മൾ ആഗ്രഹിക്കേണ്ടത് ഈ ലോകത്തിന്റെ സംവിധാനങ്ങളോ നിറങ്ങളോ വർണ്ണങ്ങളോ ഒന്നും തന്നെയല്ല. അപ്പോസ്തലനായ പത്രോസ് വീണ്ടും സഭയെ പഠിപ്പിക്കുന്നുണ്ട്. താൻ എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം 13-ാം വചനമാണ്. ആകയാൽ നിങ്ങൾ മാനസികമായി ഒരുങ്ങി സമചിത്തരും കർത്താവായ യേശുവിന്റെ പ്രത്യാഗമനത്തിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന കൃപയിൽ പ്രത്യാശയുള്ളവരുമാകുക. ഹല്ലേലൂയ! എത്ര മനോഹരമായ വചനമാണിത്. നമുക്ക് എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്? നിങ്ങൾ ആത്മീയമായി ഒരുങ്ങി സമചിത്തതയുള്ളവരായിരിക്കുക. സെൽഫ് കൺട്രോൾ. ഇന്ന് പലപ്പോഴും നമുക്കില്ലാത്തൊരു സംഗതിയാണ് ആത്മസംയമനം. നമുക്ക് സെൽഫ് കൺട്രോൾ ഇല്ല. പലപ്പോഴും നമ്മുടെ വികാരങ്ങളാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. പലപ്പോഴും ഈ വികാരങ്ങളാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ദൈവജനം ജീവിക്കണം. ബി സെൽഫ് കൺട്രോൾ. നിങ്ങൾ സമചിത്തതയുള്ളവരാകണം, ആത്മനിയന്ത്രണമുള്ളവരാകണം. കർത്താവായ യേശുവിന്റെ പ്രത്യാഗമനത്തിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന കൃപയിലായിരിക്കണം നിങ്ങൾ പ്രത്യാശ അർപ്പിക്കേണ്ടത്. എന്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ പ്രതീക്ഷ നിത്യജീവനാണ്. നിത്യജീവന് നമ്മൾ പ്രത്യാശ അർപ്പിക്കേണ്ടത്. പക്ഷെ പൗലോസ് ഇത് തന്നെ നമ്മെ പഠിപ്പിക്കുന്നത്. കൊരിന്തോസ് സഭയ്ക്കെഴുതിയ 2-ാമത്തെ ലേഖനം 4-ാം അധ്യായം 16-17 തിരുവചനങ്ങൾ. ഞങ്ങൾ നിരാശരാകുന്നില്ല, ഞങ്ങൾ നിരാശപ്പെടുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തുമാത്രം കാര്യങ്ങളിൽ നിന്ന് നിരാശിതരാണ്. നമുക്ക് യഥാർത്ഥത്തിൽ ആനന്ദമുണ്ടോ? നമ്മുടെ ജീവിതത്തിന് ആനന്ദം കണ്ട് എത്ര പേരിന്ന് കർത്താവിലേക്ക് കടന്നു വരുന്നുണ്ട്? നമ്മുടെ ജീവിതത്തിന് ആനന്ദം കണ്ട് എത്ര പേര് കർത്താവായ യേശുക്രിസ്തുവിനെ ഏക രക്ഷകനായി സ്വീകരിക്കുന്നുണ്ട്? വളരെ 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 കുറവാണ്. കാരണം കർത്താവിനെ കണ്ടുമുട്ടാതെ ജീവിക്കുന്ന 10,000-ങ്ങളെക്കാളും കഷ്ടതയിലും നിരാശയിലും ദുഃഖത്തിലും വേദനയിലുമാണ് നമ്മൾ പലരും ജീവിക്കുന്നത്. ഇതെന്ത് വലിയൊരു ദുരന്തമാണ് പ്രിയപ്പെട്ടവരെ. ഞങ്ങൾ നിരാശപ്പെടുന്നവരല്ല, ഞങ്ങൾക്ക് വലിയ പ്രത്യാശയുണ്ട്. ഞങ്ങളിലുള്ള ബാഹ്യ മനുഷ്യൻ അനുദിനം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ഞങ്ങളുടെ ആന്തരിക മനുഷ്യൻ ഓരോ ദിവസവും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുക, നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസ്സാരവും ക്ഷണികവുമാണ്. ഇത് ആരാ പറയുന്നത്? വിശുദ്ധ പൗലോസാണ്. കർത്താവിനെ പ്രതി, കർത്താവിന്റെ സുവിശേഷത്തെ പ്രതി എന്തുമാത്രം സഹനങ്ങള് ഏറ്റെടുക്കേണ്ടി വന്നവനായിരുന്നു ഈ പൗലോസ്ലീഹ. കൊരിന്ത്യർക്കെതിരെ 2-ാമത്തെ ലേഖനം 11-ാം അധ്യായം വായിക്കുമ്പോൾ അപ്പോസ്തലന്റെ സഹനത്തെ കുറിച്ച് അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. എന്തുമാത്രം സഹനങ്ങളാണ് വിശുദ്ധ പൗലോസിനുണ്ടായത്. എന്നാൽ ഈ സഹനങ്ങളൊക്കെ ഉണ്ടായിട്ടും പൗലോസ് എന്താ പറയുന്നത്? ഇത് നിസ്സാരമാണ്. ഈ ക്ലേശങ്ങള്, കഷ്ടതകള്, കൊടിയ ദാരിദ്ര്യം
ഞങ്ങൾ അനുഭവിക്കുന്ന ഈ പീഡനങ്ങള് ഇതെല്ലാം നിസ്സാരമാണ്, ഇതെല്ലാം ക്ഷണികമാണ്. എന്നാൽ ഇതിന്റെ ഫലമോ അനുപമമായ മഹത്വം, വർണ്ണിക്കാൻ കഴിയാത്ത മഹത്വമാണ്. ഇറ്റേണൽ ഗ്ലോറി. ഈ നിത്യജീവനിലായിരുന്നു പൗലോസിന്റെ പ്രതീക്ഷ. ഈ പ്രതീക്ഷയിലായിരുന്നു വിശുദ്ധ പൗലോസ് ഈ ലോകത്തിൽ കർത്താവിനോട് ചേർന്ന് ജീവിച്ചത്. വീണ്ടും 5-ാം അധ്യായം 1-ാം വചനത്തിൽ പറയുകയാണ്, ഞങ്ങൾ വസിക്കുന്ന ഈ ഭൗമഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവം നിർമ്മിച്ചു തന്നതുമായ ഒരു സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. എത്ര വലിയൊരു കൺവിക്ഷനാണത്, ഉറച്ച ബോധ്യം, അത്രയും ഉറപ്പായിരുന്നു. ഞങ്ങൾ അറിയുന്നു. ആ വാക്കൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചേ. ഞങ്ങൾ അറിയുന്നു. എന്തറിയുന്നു? ശാശ്വതമായ ഒരു സ്വർഗഭവനം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ അനാഥരല്ല. ആഴമേറിയ ഉറപ്പായിരുന്നു വിശുദ്ധ പൗലോസിനുണ്ടായിരുന്നത്. ഈ ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടത്. നമ്മുടെ പ്രതീക്ഷ ഇതായിരിക്കണം. പലപ്പോഴും ഈ പ്രതീക്ഷ നമുക്ക് മങ്ങിക്കൊണ്ടിരിക്കുക, പലപ്പോഴും ഈ പ്രത്യാശ നമുക്കില്ല. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? നിസാര സഹനങ്ങൾ വരുമ്പോൾ, ജീവിതത്തിൽ ക്ലേശങ്ങൾ വരുമ്പോൾ, ചില നൊമ്പരങ്ങൾ വരുമ്പോൾ നമ്മളങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നമ്മൾ അസ്വസ്ഥരാവുകയാണ്, ഇറിറ്റേറ്റഡ് ആവുകയാണ്, നമ്മൾ നിരാശപ്പെടുകയാണ്, നമ്മൾ അസംതൃപ്തരും കുറ്റപ്പെടുത്തുന്നവരും ന്യായീകരിക്കുന്നവരും മാറുകയാണ്. എന്താ ഇതിന് കാരണം? ഈ പ്രത്യാശ നമുക്കില്ല. ഈ ഉറപ്പ് നമുക്ക് എവിടെയൊക്കെ വെച്ച് നഷ്ടപ്പെട്ടു പോയി. ഈ ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ തിരിച്ചു വിളിക്കുക, നിങ്ങൾ മടങ്ങി വരിക. ദൈവജനം പ്രതീക്ഷ അർപ്പിക്കേണ്ടത് നിത്യജീവനിലായിരിക്കണം. കർത്താവായ യേശുവിന്റെ പ്രത്യാഗമനത്തെ ഉറ്റുനോക്കിക്കൊണ്ട് നിങ്ങളെ തന്നെ ദൈവസ്നേഹത്തിൽ സൂക്ഷിക്കുന്നവരാകണം. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ പൗലോസ് ലീഗ സുവിശേഷത്തിന്റെ തീയായിരുന്നു. പൗലോസ് എന്ന് പറഞ്ഞാൽ തീയായിരുന്നു. താൻ പോയിടത്തെല്ലാം ഈ തീ പിടിക്കുകയാണ്. എന്തുമാത്രം സഹനങ്ങളും ശോധനകളും കഷ്ടതകളും പൗലോസിന്റെ ജീവിതത്തിലുണ്ടായി. ഒരു കുലുക്കവുമില്ലാതെ തന്റെ അവസാന ശ്വാസം വരെ കർത്താവിനോടും സഭയോടും വിശ്വസ്തത പുലർത്തി പൗലോസ് ജീവിച്ചു. കർത്താവിനോടുള്ള തന്റെ സ്നേഹത്തിന്റെ അടയാളമായി രക്തസാക്ഷിത്വത്തിലൂടെ ആ സ്നേഹം വിശുദ്ധ പൗലോസ് പ്രകടമാക്കി. എന്തുകൊണ്ടാണ് തനിക്ക് ഇപ്രകാരം ജീവിക്കാൻ കഴിഞ്ഞത്? അപ്പോസ്തല പ്രവർത്തനങ്ങൾ 24-ാം അധ്യായം 15-ാം വചനത്തിൽ പൗലോസ് വ്യക്തമായി ഇത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. നീതിമാന്മാർക്കും നീതിരഹിതർക്കും പുനരുദ്ധാനം ഉണ്ടാകുമെന്നാണ് ദൈവത്തിലുള്ള എന്റെ പ്രത്യാശ. നമ്മൾ ആരും ഈ ലോകത്തിൽ തീർന്നു പോകാനുള്ളവരല്ല. ഇവിടെ തിന്നും കുടിച്ചും മതിച്ചും രമിച്ചും അവസാനിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം. പൗലോസ് വ്യക്തമായി പഠിപ്പിക്കുകയാണ്, ഈ ലോക ജീവിതത്തിനപ്പുറം നിത്യമായൊരു ജീവിതമുണ്ട്. കർത്താവിന്റെ നിർമ്മലമായ സുവിശേഷത്തിനെ നമ്മെ പഠിപ്പിക്കുവാനുള്ള സത്യം ഇതാണ്. നമുക്കൊരു നിത്യതയുണ്ട്, നമുക്ക് എല്ലാവർക്കും ഒരു പുനരുദ്ധാനമുണ്ട്. നമ്മൾ നിത്യതയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. പൗലോസ് സാക്ഷ്യപ്പെടുത്തുക, ഇതാണ് ദൈവത്തിലുള്ള എന്റെ പ്രത്യാശ. ഈ പ്രത്യാശയാണ് പൗലോസിനെ പൗലോസാക്കി മാറ്റിയത്. എന്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഈ പ്രത്യാശയിലേക്കാണ് ഇന്നും കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നത്. യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 3-ാമത്തെ തിരുവചനം, ഈ പ്രത്യാശയുള്ളവർ ദൈവം പരിശുദ്ധനായിരിക്കുന്നത് പോലെ തങ്ങളെ തന്നെ വിശുദ്ധരാക്കുന്നു. ആഴത്തിൽ ചിന്തിക്കേണ്ട വചനമാണ് ഈ പ്രത്യാശയുള്ള. ഏത് പ്രത്യാശ? നിത്യജീവനെ കുറിച്ചുള്ള പ്രത്യാശ. കർത്താവായ യേശുവിന്റെ പ്രത്യാഗമനത്തിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന കൃപയെ കുറിച്ചുള്ള പ്രത്യാശ. ഈ പ്രത്യാശയുള്ളവർ ലോകത്തിന്റെ വെറിക്കൂത്തിന്റെ പുറകെ കാലുവെന്താം നായെ പോലെ ഓടുകയില്ല. പ്രിയപ്പെട്ടവരെ, ലോകമോഹങ്ങളിൽപ്പെട്ടവർ അവരെ തന്നെ മലിനപ്പെടുത്തുകയില്ല. ദൈവം പരിശുദ്ധനായിരിക്കുന്നത് പോലെ അവർ തങ്ങളെ തന്നെ വിശുദ്ധരാക്കുകയാണ്.
പൗലോസ് അപ്പോസ്തലൻ തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം 12-13 വചനങ്ങൾ. ഞാൻ ആ വചനഭാഗം വായിക്കുകയാണ്. നിങ്ങളേവരും സ്ക്രീനിലേക്ക് നോക്കി പ്രാർത്ഥനാപൂർവ്വം ഒരുമിച്ച് ആ വചനം വായിക്കുക. നിർമ്മതത്വവും ലൗകിക മോഹങ്ങളും ഉപേക്ഷിക്കാനും ഈ ലോകത്തിൽ സമചിത്തതയും നീതിനിഷ്ഠയും ദൈവഭക്തിയുള്ള ജീവിതം നയിക്കാനും അത് നമ്മെ പരിശീലിപ്പിക്കുന്നു. അതേസമയം നമ്മുടെ മഹോന്നതനായ ദൈവത്തിൻ്റെയും രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെയും മഹത്വം പ്രത്യക്ഷമാകുമ്പോൾ കൈവരാൻ പോകുന്ന അനുഗ്രഹപൂർണമായ പ്രത്യാശയെ നാം കാത്തിരിക്കുകയും ചെയ്യുന്നു. എന്താണ് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത്? കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യാഗമനം സംഭവിക്കുമ്പോൾ നമുക്ക് കൈവരാൻ പോകുന്ന അനുഗ്രഹപൂർണമായ പ്രത്യാശയെ നമ്മൾ കാത്തിരിക്കുന്നു. ആദിമ സഭയിലെ വിശ്വാസികൾ എത്തിയായിരുന്നു. കർത്താവിനെ പ്രതി ഭ്രാന്ത് പിടിച്ചവരെ, യേശുക്രിസ്തു ലഹരിയായി മാറിയവരെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെയായി പോയത്? ഈ പ്രത്യാശയായിരുന്നു ദൈവമക്കളെ. ഈ പ്രത്യാശ ആരുടെ ഉള്ളിൽ പ്രകാശിക്കുന്നവോ അവരെല്ലാം ഇതുപോലെ ആയിത്തീരുമെന്ന് കർത്താവിന്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മൾ കേട്ട ഈ തിരുവചനങ്ങളെല്ലാം കൃപയായി അഭിഷേകമായി നമ്മിൽ കത്തിപ്പടരുവാൻ ഒരു നിമിഷം നമ്മൾ ആയിരിക്കുന്നിടത്ത് തന്നെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമ്മൾ ഒരുമിച്ച് കർത്താവിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സ്വർഗത്തിന്റെ തീയായി, സ്വർഗീയ കാറ്റായി നമ്മുടെ മേൽ വീശിയടിക്കട്ടെ, നമ്മിൽ കത്തിപ്പടരട്ടെ. കർത്താവേ, ഈ വചനങ്ങളെല്ലാം ഞങ്ങളിൽ അഭിഷേക കൃപകളായി വെളിപ്പെടട്ടെ. ഈ വചനത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളെ, കൂട്ടായ്മകളെ, തലമുറകളെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഉച്ചത്തിൽ വിളിക്കുന്നു, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ആത്മാവിനെ വർഷിക്കണമേ, ആത്മാവിനെ വർഷിക്കണമേ. വചനത്തിന്റെ അഭിഷേകം, വചനാഭിഷേകം, വചനാഭിഷേകം, ദൈവവചനത്തിന്റെ കൃപകള് ഞങ്ങളിലേക്ക് പകരണമേ. ലോർഡ് റിലീസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തെയോ ലോകമോഹങ്ങളെയോ പ്രതീക്ഷിച്ച് ജീവിക്കാതെ കർത്താവേ, നിത്യത കണ്ടുകൊണ്ട് നിത്യജീവനിൽ പ്രത്യാശ അർപ്പിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. എന്റെ സഹോദരി സഹോദരങ്ങളെ, വീണ്ടും മൂന്നാമതായി ഈ വചനത്തിലൂടെ കർത്താവ് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. കർത്താവിന്റെ ആഗമനത്തെ ത്വരിതപ്പെടുത്തുക. എന്താണ് ത്വരിതപ്പെടുത്തുക എന്ന് പറയുന്നത്? വേഗത കൂട്ടുക. നമ്മളെ വചനം ശ്രദ്ധിക്കണം. വേഗത കൂട്ടുക. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എങ്ങനെയാണ് കർത്താവിന്റെ ആഗമന ദിനത്തെ നമ്മൾ ത്വരിതപ്പെടുത്തേണ്ടത്? ശമത്തായുടെ സുവിശേഷം 24-ാം അധ്യായം 14-ാം വചനത്തിൽ കാണാൻ പറ്റും. എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി രാജ്യത്തിന്റെ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും. അതിനുശേഷം അന്ത്യം ആഗതമാകും. ലോകം മുഴുവനിലും സുവിശേഷത്തിന്റെ തീ പടരുമ്പോൾ, ലോകരാജ്യങ്ങളിൽ, പഞ്ചഭൂഖണ്ഡങ്ങളിൽ, എല്ലാ ജനപദങ്ങളിലും സുവിശേഷ സത്യങ്ങൾ പടർന്നു പിടിക്കുമ്പോൾ, ജനം കർത്താവായ യേശുവിനെ ഏകരക്ഷകനും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ, വാനമേഘങ്ങളിൽ തന്റെ പരിശുദ്ധന്മാരോടുകൂടെ കർത്താവ് ആഗതനാവുകയാണ്. അപ്പൊ സുവിശേഷ വൽക്കരണം നമ്മൾ കൂടുതൽ ശക്തിപ്പെടുത്തണം. സഭയുടെ മിഷണറി പ്രവർത്തനങ്ങളിൽ നമ്മൾ കൂടുതൽ പങ്കാളികളാകണം. കാലത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി സുവിശേഷ വേല ചെയ്ത് തിരുസഭയെ നമ്മൾ ശക്തിപ്പെടുത്തണം. ഈ റേമ എന്ന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് സ്വപ്നം കാണുന്നത് ഇതൊക്കെയാണ്. കർത്താവിന്റെ മനസ്സ് അവിടുന്ന് നമ്മോട് തുറന്ന് കാണിക്കുകയാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കർത്താവിന്റെ മനസ്സ് നമുക്ക് കാണാൻ പറ്റണം. ഈ നാളുകളിൽ ഇതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇവാഞ്ചലൈസേഷൻ, സുവിശേഷ വൽക്കരണം നമ്മുടെ സംസ്കാരമായി മാറണം. നമ്മുടെ കൾച്ചർ ഇവാഞ്ചലൈസേഷൻ ആയിരിക്കണം. നമ്മൾ വചനത്തിന്റെ തീപന്തങ്ങളാകണം. സുവിശേഷത്തിന്റെ കൊടുങ്കാറ്റുകളായി മാറണം.
രാജ്യങ്ങളെ, ഭൂഖണ്ഡങ്ങളെ, ജനപദങ്ങളെ യേശുവിനായി പിടിച്ചടക്കുന്ന ദൈവരാജ്യത്തിന്റെ അത്ഭുതങ്ങളായി. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 9, 10, 11 വചനങ്ങൾ. സാധിക്കുന്നൊരു വചനം വായിക്കുക. അവിടെ രാജാവ് വിവാഹത്തിന് ക്ഷണിക്കുകയാണ്. 4 കവലകളിലേക്കും വഴിയോരങ്ങളിലും തെരുവീതികളിലൊക്കെ ചെന്ന് അവിടെ കണ്ടുമുട്ടുന്നവരെല്ലാം വിവാഹത്തിനായി വിളിക്കുക. ഇതാണ് ഇവാഞ്ചലൈസേഷൻ. എന്താണ് യഥാർത്ഥത്തിലുള്ള സുവിശേഷവൽക്കരണം? കുഞ്ഞാടിന്റെ വിവാഹത്തിനുള്ള ക്ഷണമാണ്. അതാണ് ഇവാഞ്ചലൈസേഷൻ. സഭയുടെ മണവാളനായ കർത്താവിന്റെ പ്രത്യാഗമനത്തിനു വേണ്ടി മണവാട്ടി സഭയെ നമ്മൾ കൂടുതൽ സജ്ജമാക്കുകയാണ്. സുവിശേഷവൽക്കരണത്തിലൂടെ ഇതാണ് സംഭവിക്കേണ്ടത്. ഈ കൽപ്പന പ്രകാരം ദൂതന്മാരെ വഴിയോരങ്ങളിലും തെരുവീതികളിലെല്ലാം ചെന്ന് കണ്ടുമുട്ടുന്നവരെല്ലാം വിവാഹത്തിനായി ക്ഷണിച്ചു. അങ്ങനെ വിരുന്നുശാല അതിഥികളെ കൊണ്ട് നിറഞ്ഞു. ഈ വിവാഹ വിരുന്നിന്റെ ഉപമ നമ്മുടെ ഈ കാലഘട്ടവുമായി വളരെ പ്രാധാന്യതയുള്ളൊരു ഉപമയാണ്. വിരുന്നുശാല അതിഥികളെ കൊണ്ട് നിറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അതിഥികളെ കാണാൻ രാജാവ് എഴുന്നള്ളുകയാണ്. ഇതൊരു പ്രൊഫറ്റിക് വേർഡാണ്. ഈ ഉപമയിലൂടെ കർത്താവ് നമുക്ക് തരുന്ന ആലോചന എന്താണ്? ഏതാണ് ഈ വിരുന്നുശാല? സ്വർഗരാജ്യമാണ്. ഏതാണ് ഈ അതിഥികള്? കർത്താവിന്റെ ആത്മാക്കളാണ്. കർത്താവ് തെരഞ്ഞെടുത്തവരാണ്. കർത്താവിന്റെ കയ്യിൽ ഒരു എണ്ണമുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ എണ്ണം തികയുമ്പോൾ കർത്താവിന്റെ പ്രത്യാഗമനം സംഭവിക്കും. അതാണ് സുവിശേഷവൽക്കരണത്തിലൂടെ സംഭവിക്കേണ്ടത്. നമുക്ക് ആർക്കും എണ്ണം അറിയത്തില്ല. കർത്താവിന്റെ കയ്യിൽ ഒരു ലിസ്റ്റ് ഉണ്ട്. രക്ഷപ്പെടേണ്ട ആത്മാക്കള്. എന്റെ സഹോദരി സഹോദരങ്ങളെ, തെരഞ്ഞെടുക്കപ്പെട്ട ആത്മാക്കളെ കൊണ്ട് വിരുന്നുശാല നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെ കാണുവാൻ രാജാവ് എഴുന്നള്ളുകയാണ്. പലരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് കർത്താവിന്റെ വരവ് താമസിക്കുന്നത്? കർത്താവ് ആ കാര്യം മറന്നുപോയിട്ടല്ല, കർത്താവിന് മറവി വന്നിട്ടല്ല. ലാക്ക് ഓഫ് ഇവാഞ്ചലൈസേഷൻ, സുവിശേഷവൽക്കരണത്തിന്റെ അഭാവമാണ്. ഇനിയും അനേകം ആത്മാക്കള് രക്ഷപ്പെടുവാനുണ്ട്. ഇനിയും അനേകം ജീവിതങ്ങള് കർത്താവ് യേശുവിനെ ഏകരക്ഷകനും നാഥനുമായി സ്വീകരിക്കേണ്ടതുണ്ട്. അത് സംഭവിക്കുന്നത് വരെ സഭയിലൂടെ ഈ മിഷൻ തുടർന്ന് പോകേണ്ടിയിരിക്കുന്നു. നമ്മൾ ഓരോരുത്തരിൽ പങ്കാളികളാകണം. നമ്മുടെ സുവിശേഷ ദർശനം വർദ്ധിക്കണം. നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ താല്പര്യങ്ങളും നമ്മുടെ സ്വപ്നങ്ങളും മാറ്റിവെച്ച് കർത്താവിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, സ്വർഗത്തിന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി നമ്മുടെ ജീവിതങ്ങളെ ഭരമേൽപ്പിക്കുവാൻ നമ്മൾ തയ്യാറാകണം. രാജാവ് എഴുന്നള്ളുകയാണ്. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. നമുക്കൊന്ന് ചേർന്ന് പാടാം. രാജാധിരാജൻ വാനമേഘത്തിൽ വിരുന്നുശാല അതിഥികളെ കൊണ്ട് നിറയുമ്പോൾ അതിഥികളെ കാണാൻ രാജാവ് എഴുന്നള്ളുകയാണ്. കർത്താവിന്റെ ആഗമനത്തെ നിങ്ങൾ ത്വരിതപ്പെടുത്തുക. പത്രോസ് അപ്പോസ്തലൻ സഭാ മക്കൾക്ക് നൽകിയ ഈ നിർദ്ദേശം നമ്മളായിരിക്കുന്ന ഈ നാളുകളിൽ നമ്മുടെ ജീവിതങ്ങളിൽ ഏറ്റെടുത്ത് മറ്റുള്ളവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി സുവിശേഷ വേലകളിൽ കൂടുതൽ നമ്മൾ വ്യാപൃതരാകണം. നമ്മുടെ ജീവിതങ്ങളെ കർത്താവിനായി സമർപ്പിക്കുവാനുള്ള സമയമാണിത്. പരിശുദ്ധ മറിയം മെജുഗുറിയയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ ഇപ്രകാരം തന്റെ മക്കളോട് പറഞ്ഞു: മാനവരാശിയുടെ രക്ഷയ്ക്കായുള്ള വലിയ പദ്ധതിക്കായി നിങ്ങളെ ഉപയോഗിക്കുവാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും തെരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധ മറിയത്തിലൂടെ എന്താണ് സ്വർഗം വെളിപ്പെടുത്തുന്നത്? മാനവരാശിയുടെ രക്ഷയ്ക്കായിട്ടുള്ള ദൈവിക പദ്ധതിക്കായി നമ്മളെ ഓരോരുത്തരെയും കർത്താവ് തെരഞ്ഞെടുത്തിരിക്കുന്നു. ഈ ദൈവിക വിളിയോട് യെസ് പറഞ്ഞ്
നമ്മൾ സറണ്ടർ ആകുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ കർത്താവിനും കർത്താവിന്റെ സഭയ്ക്കും പ്രയോജനമുള്ളതായിട്ട് തീരും. എന്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിന്റെ ഈ വെളിപ്പെടുത്തൽ സ്വന്തമാക്കിക്കൊണ്ട് കൂടുതൽ സുവിശേഷ വേലകളിൽ വ്യാപൃതരാകുവാൻ നമുക്ക് ഒരുങ്ങാം. കർത്താവിന്റെ ഹൃദയത്തിന്റെ ഭാരം നമ്മുടെ ഹൃദയത്തിന്റെ ഭാരമാകട്ടെ. കർത്താവിന്റെ ആഗമന ദിനം കെട്ടുകഥയല്ല. നമ്മുടെ പ്രതീക്ഷ ലോക വസ്തുക്കളിലല്ല, നിത്യജീവനിലാണ്. നമ്മൾ വേഗത കൂട്ടേണ്ടത് ഈ ലോകത്തിൽ എങ്ങനെ സുന്ദരമായി സുഖമായി ജീവിക്കാം എന്നുള്ള വിഷയങ്ങളിൽ മാത്രമല്ല, സുവിശേഷവൽക്കരണത്തിലൂടെ കർത്താവിന്റെ ആഗ്രഹങ്ങളോട് സഹകരിച്ചുകൊണ്ട് ദൈവരാജ്യ നിർമ്മിതിയിൽ നമ്മൾ ഓരോരുത്തരും കെട്ടുപണിക്കാരായിട്ട് മാറണം. അടുത്ത ആഴ്ചയിൽ കർത്താവായ യേശുവിന്റെ പ്രത്യാഗമനം എന്തിനാണ് നമ്മൾ ഈ നാളുകളിൽ ചിന്തിക്കുന്നത്, ഇതിലേക്ക് കൂടുതൽ വ്യക്തത കിട്ടുവാൻ കർത്താവ് വെളിച്ചം വീശുകയാണ്. നിങ്ങൾ അനേകരോട് റേമ ഈ ശുശ്രൂഷയെക്കുറിച്ച് പറയണം. യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഷെക്കേന ടെലിവിഷൻ വഴിയും നിങ്ങൾ ഈ ശുശ്രൂഷ കാണണം. അനേകർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകളിൽ നമുക്ക് പങ്കാളികളാകാം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. വിരുന്നുശാല അതിഥികളെ കൊണ്ട് നിറയ്ക്കുവാനുള്ള ഈ മിഷൻ കോളിനോട് യെസ് പറയാൻ തീരുമാനമുള്ള എല്ലാവരും ഇവിടെ കരങ്ങൾ അല്പമൊന്ന് ഉയർത്തിപ്പിടിക്കുക. നമ്മുടെ ജീവിതങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇടിമിന്നൽ പോലെ പ്രവഹിക്കുന്ന സമയമാണ്. നിങ്ങൾ കുടുംബങ്ങളിലായിരിക്കാം, യാത്രയിലായിരിക്കാം, ഏത് അവസ്ഥയിലാണ് നിങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്, ആ മേഖലകളിലേക്ക് ദൈവശക്തി വ്യാപരിക്കാൻ പോവുകയാണ്. ആത്മാവിന്റെ പ്രവാഹം ഉണ്ടാവുകയാണ്. ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക. മടിയും നാണവും കൂടാതെ വിളിക്കുക. കർത്താവിന്റെ നാമത്തെ വിളിക്കുക. ആരെല്ലാം ആ നാമം വിളിക്കുന്നുവോ അവരെല്ലാം രക്ഷ പ്രാപിക്കും. യേശുവേ, യേശുവേ, യേശുവേ. സ്തുതികൾ ഉയരട്ടെ, പ്രാർത്ഥനകൾ ഉയരട്ടെ, ദുഷ്ടന്റെ കെട്ടുകൾ പൊട്ടട്ടെ, ശത്രുവിന്റെ കോട്ടകൾ തകരട്ടെ, പിശാചിന്റെ പിടികൾ ഛിന്നഭിന്നമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിളിച്ചു വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ വരണമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ, ഞങ്ങളുടെ ജീവിതങ്ങൾ അനോയിന്റ് ചെയ്യണമേ. കാലത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ ആത്മാവിന്റെ രക്ഷ ഉറപ്പുവരുത്തി ജീവിക്കുവാനും, കർത്താവേ മറ്റുള്ളവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി സുവിശേഷ വേല ചെയ്ത് സഭയെ ശക്തിപ്പെടുത്തുവാനും ഈ സമയം ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. അനോയിന്റേഴ്സ്, അനോയിന്റേഴ്സ്, കർത്താവെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കർത്താവേ കൃപ ചെയ്യണമേ, കൃപ ചെയ്യണമേ, കൃപ ചെയ്യണമേ. നമ്മൾ ഒരുമിച്ച് കരമടിച്ച് പരിശുദ്ധാത്മ നിറവിനും അഭിഷേകത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കഴിവുകൾ കൊണ്ടോ നമ്മുടെ മാനുഷികമായ ശക്തി കൊണ്ടോ കർത്താവിന്റെ രാജ്യത്തെ പടുത്തുയർത്തുവാൻ, കർത്താവിന്റെ സഭയെ ശക്തിപ്പെടുത്തുവാൻ നമുക്ക് ആർക്കും സാധ്യമല്ല. അതിന് പരിശുദ്ധാത്മാവിന്റെ ശക്തി വേണം, ഉയരത്തിലെ ശക്തി വേണം. ഈ ശക്തിക്കായി നമ്മൾ ഒരുമിച്ച് കരമടിച്ച് അഭിഷേകത്തോടെ പാടി പാടി പ്രാർത്ഥിക്കുന്നു. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഓ ഹോളി സ്പിരിറ്റ്, വരിക വരിക പരിശുദ്ധാത്മാവേ. എല്ലാവരും ചേർന്ന് ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവേ, അറിയാവുന്നവരൊക്കെ ചേർന്ന് പാടിക, ചേർന്ന് പാടിക. സ്വർഗം തുറന്നു വരണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തുവാൻ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഹല്ലേലൂയ, പവർ പവർ, ഗ്ലോറി ഗ്ലോറി. എന്തൊക്കുസ്ത അനുഭവം തരണേ, പുതു സൃഷ്ടിയാ എന്നെ മാറ്റണേ. കർത്താവേ നിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, കർത്താവേ സുവിശേഷത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ. ഉയർത്തി ഉയർത്തി അടിച്ച്. ആത്മാവാം ദൈവമേ വരണേ, എന്റെ
വസിക്കാൻ വരണേ. ഹോളി സ്പിരിറ്റ്, ദൈവത്തിന്റെ തീയായി കത്തുക, കത്തുക, കത്തുക പരിശുദ്ധാത്മാവേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഇടിമുഴക്ക ശക്തിയുടെ എല്ലാം മറന്ന് വിളിക്കുകയും മക്കളെ, പരിശുദ്ധാത്മ ശക്തിക്കായി കാലത്തിന് പ്രത്യേകത മനസ്സിലാക്കി ജീവിക്കുവാനുള്ള ദൈവിക ജ്ഞാനം കിട്ടാൻ നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ തലമുറകളെ, ശുശ്രൂഷ മേഖലകളെ, സമർപ്പിത സമൂഹങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ തീയായി പരിശുദ്ധാത്മ ഇറങ്ങി വന്ന് പ്രവർത്തിക്കട്ടെ. എല്ലാം മറന്ന് വിളിക്കുന്നു പരിശുദ്ധാത്മാവേ, വരിക, 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 വരിക പരിശുദ്ധാത്മാവേ. എല്ലാ പൈശാചിക കെട്ടുകളെയും പൊട്ടിക്കണമേ. കർത്താവിന്റെ സുവിശേഷത്തിന് മുന്നേറ്റത്തെ തടയുന്ന അന്ധകാര ശക്തികളെ, ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ, നാരകീയ പോരുകളെ, ദുഷ്ടാത്മ സേനകളെ യേശുനാമത്തിൽ, യേശു രക്തത്താൽ, യേശു വചനത്താൽ ഞങ്ങൾ നിങ്ങളെ നിർവീര്യമാക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപ ഒഴുകട്ടെ, കൃപ ഒഴുകട്ടെ, കൃപ ഒഴുകട്ടെ. ദൈവത്തിന്റെ കൃപയെ എല്ലാ പ്രതിബന്ധങ്ങളെയും തകർക്കണമേ. ദൈവ കൃപയെ എല്ലാ കോട്ടകളെയും തകർക്കണമേ. ദൈവ കൃപയെ എല്ലാ ജീവിതങ്ങളെയും രൂപാന്തരപ്പെടുത്തണമേ. ഗ്ലോറിയ, ഗ്ലോറിയ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. കർത്താവേ, അങ്ങ് പകരുന്ന അഭിഷേകത്തിനായി, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ബോധ്യങ്ങൾക്കായി കർത്താവെ നന്ദിയോടെ സ്തുതിക്കുന്നു. കാലത്തിന് പ്രത്യേകത മനസ്സിലാക്കി ജീവിക്കുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ അധികമായി ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. എന്റെ സഹോദരി സഹോദരങ്ങളെ, ഇന്നത്തെ ശുശ്രൂഷയിലൂടെ കർത്താവിന്റെ ആത്മാവ് നമുക്ക് നൽകിയ ബോധ്യങ്ങൾ അനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് തീരുമാനമെടുക്കാം. നിങ്ങളേവരും വ്യക്തിപരമായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കോ. ഷെക്കേന ടെലിവിഷന് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരുപാട് ആവശ്യങ്ങൾ നമുക്കുണ്ട്. ഇനി അനേകം ആയിരങ്ങളിലേക്ക് ഈ ടെലിവിഷന്റെ ശുശ്രൂഷകൾ എത്തിച്ചേരാനുണ്ട്. അതിനൊക്കെ നിങ്ങളുടെ പ്രാർത്ഥനയും എല്ലാവിധത്തിലുള്ള സഹായവും സപ്പോർട്ടുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. അനേക DTHകളിലേക്കും മറ്റ് കേബിൾ നെറ്റ്വർക്കുകളിലേക്കെല്ലാം ഷെക്കേന ടെലിവിഷന്റെ പ്രോഗ്രാമുകൾ എത്തണം. നിങ്ങളേവരും അതിനെ സഹായിക്കണം, സഹകരിക്കണം. റേമ ഈ ശുശ്രൂഷയെക്കുറിച്ച് നിങ്ങൾ അനേകരോട് പങ്കുവെച്ച് അനേകരെ ശുശ്രൂഷയിലേക്ക് നിങ്ങൾ നയിക്കണം. അത് വലിയ സുവിശേഷ വേലയാണ്. നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഞങ്ങൾ നിശ്ചയമായും പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിന് ആവശ്യങ്ങളെയും നമ്മുടെ സകല തീരുമാനങ്ങളെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.